ഖാലു അവർ പറയും, ഈ ഫൗജ് ആൾക്കൂട്ടം പറയും, നരകത്തിലേക്ക് വീഴ്ത്തപ്പെടുന്ന ആൾക്കൂട്ടം പറയും, ബല ബല അതെ വന്നിരുന്നു. അലം യഅതികും നദീർ എന്നുള്ള ജവാബാണ്. ബല അതെ വന്നിരുന്നു. ഖദ് ജാഅന നദീറുണ്ട്. ബല ഖദ് ജാഅന തീർച്ചയായും ഞങ്ങൾക്ക് വന്നിരുന്നു. ഖദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും, ജാഅന ഞങ്ങൾക്ക് വന്നു. അപ്പോൾ ഖദ് ജാഅന തീർച്ചയായും ഞങ്ങൾക്ക് വന്നു നദീറുൻ. നദീർ എന്ന മുന്നറിയിപ്പുകാരനായ പ്രവാചകൻ ഞങ്ങൾക്ക് വന്നിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചത്? ഫകദ്ദബ്ന ഫൗൽ ഫസിഹ എന്ന് പറയും. മുന്നറിയിപ്പുകാരൻ വന്നപ്പോൾ കദ്ദബ്ന ഞങ്ങൾ കളവാക്കി. കദ്ദബ്ന ഞങ്ങൾ കളവാക്കി. വഖുൽന ഞങ്ങൾ പറയുകയും ചെയ്തു, മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ. മാ നസ്സലല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടില്ല. മിൻ ഷൈഇൻ. മിൻ ഷൈഇൻ എന്ന് പറഞ്ഞാൽ യാതൊന്നും. അവിടെ മാ നസ്സലല്ലാഹു ഷൈഅൻ എന്നാ പറയുന്നുണ്ട്. പക്ഷേ അത് പറയാതെ അല്ലാഹു മിൻ ഷൈഇൻ എന്നാ പറഞ്ഞത്. അപ്പം മിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമേ എന്നുള്ളത്. ഒന്നുമേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുമേ ഇറക്കിയിട്ടില്ല എന്ന് ഞങ്ങൾ പ്രതികരിച്ചു. അപ്പോൾ നരകത്തിൽ വീഴ്ത്തപ്പെടുമ്പോൾ അവർ സമ്മതിക്കും, ബല ഖദ് ജാഅന നദീറുൻ. പക്ഷേ ഫകദ്ദബ്ന നദീർ വന്നപ്പോൾ ഞങ്ങൾ കളവാക്കി. വഖുൽന ഞങ്ങൾ പ്രതികരിക്കുകയും ചെയ്തു, മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ അല്ലാഹു യാതൊന്നുമേ ഇറക്കിയിട്ടില്ല, നിങ്ങൾ പ്രവാചകന്മാർ കളവ് പറയാണ് എന്ന് അവർ പ്രതികരിച്ചത് പ്രവാചകന്മാരോട്. മിൻ ഷൈഇൻ എന്ന് പറഞ്ഞാൽ ഇവിടെ യാതൊന്നും അവതരിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ ഈ യാതൊന്നും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന് പറയാ? യാതൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഒരു കൽപ്പനയും ഇറക്കിയിട്ടില്ല, ഒരു വിരോധവും ഇറക്കിയിട്ടില്ല അല്ലേ, അല്ലെങ്കിൽ ഒരു കിതാബ് ഇറക്കിയിട്ടില്ല, ഒരു വഹയും ഇറക്കിയിട്ടില്ല അല്ലേ. അത് ഈ കളവാക്കിയ ആളുകൾ ദുനിയാവിൽ പ്രവാചകന്മാരോട് പ്രതികരിച്ചതാണ്. അവരെ കളവാക്കിയിട്ട് അള്ളാഹു യാതൊന്നും ഇറക്കിയിട്ടില്ല, കൽപ്പനയായി, വിരോധമായി, വഹിയായി, വേദമായി അള്ളാഹു ഒന്നും ഇറക്കിയിട്ടില്ല, നിങ്ങൾ കളവ് പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഈ ആൾക്കൂട്ടം അന്ന് പ്രവാചകന്മാരെ കളവാക്കി. അത് അവരവിടെ സമ്മതിക്കും. അത് ഈ അലം യഅതികും നദീർ എന്ന നരകത്തിൻ്റെ ഖസനത്തിൻ്റെ കാവൽക്കാരുടെ ചോദ്യത്തിന് അവർ അവിടെ പ്രതികരിക്കും. അപ്പോൾ ഇൻ അൻതും ഇല്ലാ ഫി ളലാലിൻ കബീർ. അവിടെ ഇൻ അൻതും എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ എന്നുള്ളതിന് മാ എന്നർത്ഥം, നഫീൻ്റെ. മാ അൻതും നിങ്ങൾ അല്ല. ഇൻ അൻതും എന്ന് പറഞ്ഞാൽ മാ അൻതും നിങ്ങൾ അല്ല. ഇല്ലാ ഫി ളലാലിൻ കബീർ. ളലാൽ എന്ന് പറഞ്ഞാൽ ളലാൽ ഈ പല അർത്ഥങ്ങൾക്ക് വരുന്ന പ്രയോഗമാണ് ളലാൽ. മനസ്സിലല്ലേ? വിശുദ്ധ ഖുർആനിൽ ളലാലത്ത് എന്നുള്ളത് ഒരേ അർത്ഥത്തിന് വരില്ല. ഇവിടെ പിന്നെ ഈ ശരിയിൽ നിന്ന് വ്യതിചലിക്കുക, ബഹുദൂരം സഞ്ചരിക്കുക, യാഥാർത്ഥ്യത്തിൽ നിന്ന് ബഹുദൂരം സഞ്ചരിക്കുക എന്ന അർത്ഥത്തിൽ ളലാൽ വരും. ശരിയോട് അകന്ന് സഞ്ചരിക്കുക എന്നർത്ഥത്തിൽ. പിന്നെ ളലാൽ എന്ന് പറയും ഈമാനിൽ നിന്ന് തെറ്റി കുഫറിൽ സഞ്ചരിക്കുന്നതിന്, അല്ലെങ്കിൽ ഹക്കിൽ നിന്ന് തെറ്റി ബാത്തിലിൽ സഞ്ചരിക്കുന്നതിന്, സ്വർഗത്തിൻ്റെ മാർഗേണ സഞ്ചരിക്കുന്നതിൽ നിന്ന് നരകത്തിൻ്റെ മാർഗേണ സഞ്ചരിക്കുന്നതിന് ളലാൽ എന്ന് പറയും. ളലാൽ. അതേപോലെ ളലാൽ എന്ന് പ്രയോഗിക്കും മങ്ങുക, മറയുക എന്ന അർത്ഥത്തിന്. സൂറത്ത് അൽഫ് ലാം മീം സജദയിൽ വഖാലു അഇദാ ളലൽന ഫിൽ അർദ് അഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്. അഇദാ ളലൽന ഫിൽ അർദ്, ഭൂമിയിൽ ഞങ്ങൾ മൺമറഞ്ഞാൽ, അഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്, ഞങ്ങൾ ഇനി ഉയർത്തെഴുന്നേൽക്കുമോ, ഒരു പുനഃസൃഷ്ടിക്ക് വിധേയമാകുമോ എന്നാണ് ചോദ്യം. അവിടെ അഇദാ ളലൽന ഫിൽ അർദ് എന്ന ഭൂമിയിൽ വഴിതെറ്റിയാൽ എന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെ ഭൂമിയിൽ ഞങ്ങൾ മറമാടപ്പെട്ടാൽ, മൺമറഞ്ഞാൽ ഞങ്ങൾക്ക് പുനഃസൃഷ്ടിയോ എന്നാണ് ചോദ്യം. അവിടെ ളലാൽ എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അവിടെ മറഞ്ഞു, മറമാടപ്പെട്ടു എന്ന അർത്ഥത്തിലാണ്. പല അർത്ഥത്തിൽ പ്രയോഗിക്കും ളലാൽ എന്നുള്ളത്. ചിലർ
ഇഷ്ടം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കും ദലാൽ. അത് ഇതിൽ നിന്നൊക്കെ നേരെ ഭയങ്കര വിദൂരാർത്ഥത്തിൽ മഹബത്ത് എന്ന അർത്ഥത്തിൽ ദലാൽ വരും എന്നാണ്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ യൂസുഫിൻ്റെ വിഷയം സങ്കടപ്പെടുന്ന സമയം നമുക്കല്ല യാക്കൂബ് നബിയുടെ മറ്റു മക്കൾ പറയുന്നുണ്ട്, തല്ലാഹി ഇന്നക ലഫി ദലാലിക്കൽ ഖദീം എന്ന് പറയും. അള്ളാഹാണ് സത്യം, വാപ്പ നിങ്ങൾ ഫി ദലാലിക്കൽ ഖദീം എന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ പണ്ടത്തെ ദലാലിലാണ്. അവിടെ ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞത് പണ്ടത്തെ മകനോടുള്ള ആ പുത്രവാത്സല്യത്തിൽ തന്നെയാണെന്നുള്ളതാണ്. ഇതില്ലേ അത് ശരിയായൊരു തഫ്സീറല്ല അവിടെ. പക്ഷേ ചില മുഫസ്സിരിങ്ങൾ അവിടെ ദലാൽ എന്നുള്ളതിന് മഹബത്ത് എന്ന അർത്ഥം കൊടുത്തിട്ടുള്ളത്. പക്ഷെ അവിടെ ഇതേപോലെ പിന്നെ ഈ ശരിയിൽ നിന്ന് തെറ്റിയ അവസ്ഥ എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിൽ നിന്ന് തെറ്റിയ അവസ്ഥ എന്നുള്ളതിൽ അർത്ഥം തന്നെയാണ് അവിടെയും. പക്ഷേ അവിടെ മഹബത്ത് എന്ന അർത്ഥമുണ്ട് എന്ന് ചില നിഘണ്ടുക്കളെ ഉദ്ധരിച്ച് ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞു കാണാൻ സാധിക്കും. ഏതായാലും പല അർത്ഥങ്ങൾക്ക് വരുന്നൊരു പ്രയോഗമാണ് ദലാൽ. ഇവിടെ ഇൻ അൻതും ഇല്ലാ ഫി ദലാലിൻ കബീർ, നിങ്ങൾ വലിയ ദലാലത്തിലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശം എന്താ? ഇവിടെ ഉദ്ദേശം ഇത് ആര് പറയുന്നത് എന്നതിനനുസരിച്ചിരിക്കും. മനസ്സിലല്ല, അത് നമുക്ക് അതിലേക്ക് വരാം. ഒന്നുകൂടി ഇതിൻ്റെ അർത്ഥം പറയാം. ഇൻ അൻതും നിങ്ങൾ അല്ല, ഇല്ലാ ഫി ദലാലിൻ ദലാലിൽ അല്ലാതെ, കബീരിൻ വലിയ ദലാലിലാകുന്നു നിങ്ങളെന്നാണ്. ഇത് ആര് പറയുന്നതാണ്? ആരോട് പറയുന്നതാണ്? അതെ, ഫൗജ് മലാക്കിനോട് പറയേ. ഇവിടെ ഇതിൻ്റെ ക്രമം നോക്കി, ഫൗജ് ഉണ്ടല്ലോ ആൾക്കൂട്ടം, അവരോട് മലക്കുകൾ ചോദിക്കും, മലം എത്തിക്കും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിരുന്നില്ലേ? അപ്പോൾ അവർ പ്രതികരിക്കും. എപ്പോഴാണിത്? കുല്ലമ ഉൽഖിയ ഫീഹ, നരകത്തിൽ എറിയപ്പെടുമ്പോഴാണ് ഈ വർത്താനം. കാലു, നരകത്തിൽ എറിയപ്പെടുന്ന ഈ ആളുകൾ അവിശ്വാസികൾ പറയും, ബല ഖദ് ജാഅന നദീർ തീർച്ചയായും വന്നിരുന്നു. ഫകദ്ദബ്ന, എന്താ സംഭവിച്ചത്? ഞങ്ങൾ ആ നദീറിനെ കളവാക്കി. വഖുൽന, ഞങ്ങൾ ഈ നദീറിനോട് പ്രതികരിച്ചു, മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ, അള്ളാഹു കൽപ്പനയായി, വിരോധമായി, വേദമായി, വഹയായി ഒന്നുമേ ഇറക്കിയിട്ടില്ല എന്ന് ഞങ്ങൾ ഈ നദീറിനോട് പ്രതികരിച്ചു. ഇൻ അൻതും ഇല്ലാ ഫി ദലാലിൻ കബീർ, നിങ്ങൾ വലിയ ദലാലിൽ മാത്രമാകുന്നു എന്നാണ്. അപ്പോൾ ആരോടാണ് ഈ പറഞ്ഞത് എന്നുള്ളതാണ്. പ്രവാചകൻ നദീറിനോട്. പ്രവാചകൻ ഇവിടെ നദീറിനോട് ആര് പറഞ്ഞു? ഈ ഫൗജ് അല്ലേ, ഇവരല്ലേ നരകത്തിൽ അറിയപ്പെടുന്ന ആളുകൾ ദുനിയാവിൽ വെച്ച് പറഞ്ഞതാണ്. ഇതൊക്കെ ദുനിയാവിൽ വെച്ചിട്ട് ഈ നദീറിന് നേരെ, മുന്നറിയിപ്പുകാരന് നേരെ ഈ ആളുകളുടെ പ്രതികരണമായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണിത്. ഇൻ അൻതും ഇല്ലാ ഫീ ദലാലി കബീർ, നിങ്ങൾ കബീറായ ദലാലിലാകുന്നു എന്നുള്ളത്.